അഘോരതന്ത്ര ആൻഡ് മൈൻഡ് മാനേജ്മെൻറ്റ്, ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. അഘോരതന്ത്രവും നമ്മുടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം, മനസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള വിഷയത്തെപ്പറ്റി നമുക്ക് നോക്കാം. എന്താണ് മനസ്സ്? മനസ്സൊരു വസ്തുവാണോ? അല്ലല്ലോ. നമ്മുടെ അനുഭവത്തിൽ അതൊരു ഊർജമാണ്. ഈ സമസ്ത പ്രപഞ്ചവും മനസ്സാണ്. ഇവിടെ ഉണ്ടായി മറയുന്നതായി, നിലനിന്ന് കാണുന്നതായി തോന്നുന്നത് എന്തും മനസ്സ് തന്നെയാണ്. ആ മനസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമായ ഒരേ ഒരു കാര്യം. മനസ്സിനെ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും നമുക്ക് സക്സസ്, അതായത് വിജയം കൈവരിക്കാനാവുന്നതാണ്. അതിന് പ്രാചീനമായ പദ്ധതിയുണ്ട്, ആധുനികമായും പല പദ്ധതികളുമുണ്ട്. പ്രാചീന പദ്ധതികളുടെ ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ മനുഷ്യന് കാടുകളിലേക്കും ഗുഹകളിലേക്കും ഒക്കെ ഒളിച്ചോടേണ്ടതായി വരും. പുതിയ കാലത്തെ ടെക്നിക്കാണെങ്കിൽ എല്ലാം ബുദ്ധി കൊണ്ട് മാത്രം ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അനുഭൂതി വിഷയങ്ങൾ ഉണ്ടാവാറില്ല. കേവലം പെരിഫറലായിട്ടുള്ള ബുദ്ധി ഗ്രാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിലടങ്ങുന്നതായിട്ട് കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ അഘോരതന്ത്രം മുന്നോട്ട് വെക്കുന്നതെന്നാൽ ഒരു പ്രാചീനതയുടെയും ആധുനികതയുടെയും ഒരു കൽമിനേഷനാണ്. വളരെ സരളമായി പറഞ്ഞാൽ, എങ്ങോട്ടേക്കാണ് നമ്മുടെ മനസ്സ് പോകുന്നത്, എങ്ങോട്ടേക്കാണ് നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുന്നത്, അവിടെയായിരിക്കും നമ്മുടെ ഊർജത്തിൻ്റെ പ്രവാഹം. ആ മനസ്സ് എവിടെയാണോ നിൽക്കുന്നത് അങ്ങോട്ട് ഊർജ്ജമൊഴുകുന്നു. ഇതുകൊണ്ട് തന്നെ എവിടെയാണോ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കേണ്ടത് എന്ന് നമുക്ക് ആദ്യമേ തന്നെ ഒരു നല്ല ധാരണ ഉണ്ടാവണം. ആ ധാരണ ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യത്തെ പടി. ആ ധാരണയുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വെച്ച് ധരിച്ചു വെച്ചിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഒന്ന് അവലോകനം ചെയ്യണം. അനാവശ്യ ധാരണകളെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. പഠിച്ചു വെച്ചിരിക്കുന്ന ആവശ്യമില്ലാത്ത പലതിനും നമ്മൾ ഒഴിവാക്കി ശുദ്ധമായൊരു മനസ്സിനെ നമ്മൾക്ക് ആദ്യം തയ്യാറാക്കിയെടുക്കേണ്ടതുണ്ട്. ആ ശോധനകർമ്മം ചെയ്ത ശേഷം പിന്നെ മുന്നോട്ട് നമ്മൾ കാണിച്ചാൽ പുതിയ അറിവുകൾ, എന്തറിവാണോ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് പ്രയോജനപ്പെടുന്ന ആ അറിവുകളെ നമ്മൾ ഉണർത്തിയെടുക്കുക. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായേക്കാം. കാരണം എല്ലാവർക്കും ഒരേ ലക്ഷ്യമല്ലല്ലോ. ലക്ഷ്യത്തിനനുസരിച്ച് നമ്മൾ മാർഗത്തെ തയ്യാറാക്കിയെടുക്കുക. അതാണ് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള പ്രാക്ടീസസ്, അതിനുള്ള പദ്ധതികൾ, അതിനുള്ള ഗൈഡൻസ്, ഇതൊക്കെയാണ് അഘോരതന്ത്രം മുന്നോട്ട് വെക്കുന്നത്. ഇറ്റ്സ് ഫോർ യുവർ സക്സസ്. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴിയാണ് അഘോരതന്ത്രം, മൈൻഡ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം.